നമസ്കാരം. എൻ്റെ പേര് ഗിഫ്റ്റി ഡേവിസ്. ഞങ്ങൾ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് ഞങ്ങളുടെ വീട്. എനിക്ക് 30 വയസ്സ്, എൻ്റെ ഹസ്ബൻഡ് 34 വയസ്സ്. ഞങ്ങൾക്കൊരു മകളുണ്ട്, അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഹസ്ബൻഡും അവിടെ തന്നെ ഒരു പെട്രോളിയം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ മോളെയൊക്കെ നോക്കി ഇവിടെ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസിനെ പറ്റിയിട്ട് അറിഞ്ഞത്. പിന്നെ നമുക്ക് പേഷ്യൻസ് ഒരുപാട് വരും, അപ്പോൾ അവരുടെ പേഷ്യൻസിൽ നിന്നും അങ്ങനെ അറിഞ്ഞായിരുന്നു ഇൻഷുറൻസിനെ പറ്റിയിട്ട്. പിന്നെ ഞാൻ ഇൻഷുറൻസ് എടുത്തത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്തതായിരുന്നു, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും വേണം എന്നുള്ളത്. അന്നൊന്നും നടന്നില്ല. പിന്നെ ഒരു മോള് ജനിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഇൻഷുറൻസ് വേണം, അങ്ങനെ വിചാരിച്ച് എടുത്തതാണ്. പിന്നെ ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 2024 ഒക്ടോബറിലാണ് ഞങ്ങൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഫാമിലി അഷ്വർ പോളിസി എടുത്തത്. 10 ലക്ഷത്തിൻ്റെ പാക്കേജ് ആയിരുന്നു. ഞാനും ഹസ്ബൻഡും മോളും അങ്ങനെയുള്ളൊരു പാക്കേജാണ് ഞങ്ങളെടുത്തത്. ജിൻഡോ ചേട്ടൻ ത്രൂ ആണ് എടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഭയങ്കര എല്ലാ ഡൗട്ട്സും തീർത്ത് തരും. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസിൽ തന്നെയാണെങ്കിൽ പുള്ളി ഏത് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ട അഡ്വൈസ് തരും, കോൾ എടുക്കും, അറ്റൻഡ് ചെയ്യും. അതുപോലെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്? 2025 മെയ്യിലായിരുന്നു മോൾക്ക് ഒന്ന് വയ്യാണ്ടായി. ഞങ്ങൾ ആദ്യം കുറുങ്ങലായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. പക്ഷേ കുറുങ്ങലല്ലായിരുന്നു, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ മോളെ ഇവിടുന്ന് റെഫർ ചെയ്തു. നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ പോയി, അവിടെയും കുറച്ച് നാളെടുത്തു ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ഒരു 5 months കണ്ടിന്യൂസ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു മോള്. കുറച്ച് ദിവസം ഗ്യാപ്പ്, ഒരു 2-3 ഡേയ്സിന് നമ്മൾ വീട്ടിൽ വരും, പിന്നെ വീണ്ടും പോയി അഡ്മിഷൻ ആവും. അങ്ങനെ ഒരു 8-9 times നമ്മൾ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ട്. അങ്ങനെ അത്രയും കുറച്ച് സീരിയസ് ആയിരുന്നു മോളുടെ കണ്ടീഷൻ. അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ മാസം ഒക്ടോബർ 1-ാം തീയതി ലാസ്റ്റ് ഒരു സ്കാനിങ്ങും കൂടി ഉണ്ടായിരുന്നു. അതിൽ മോൾക്ക് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഫുള്ളി റിക്കവറി ആയി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. നമുക്ക് അത്രയും ഈ 5 മാസം നമുക്ക് ഇൻഷുറൻസ് ഫുൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള നമുക്ക് ഫുള്ള് കിട്ടിയായിരുന്നു. ആ കാര്യത്തിൽ നമ്മൾ ഫുള്ളി ഹാപ്പിയാണ്. നമുക്ക് അതിൻ്റേതായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അറിയേണ്ടി വന്നില്ല ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മാത്രം. ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്ലെയിം അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് പോളിസി എടുത്തു എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം മോളെ കൊണ്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻറ്റ് ജിൻഡോ ചേട്ടനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. ചേട്ടൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ, മോളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും പേടിക്കേണ്ട, പോളിസി ഡോക്യുമെൻ്റ് മാത്രം അവിടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കാണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അതത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഫസ്റ്റ് ടൈം എനിക്കത് കാണിക്കേണ്ടി വന്നു. പിന്നെ ഓരോ അഡ്മിഷനും എത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നു പോയത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ ബില്ല് വരുമ്പോൾ അവർ വിളിക്കും, അവിടെ ഓഫീസിൽ നിന്ന് വിളിക്കും. അത് പോയി സെറ്റിൽ ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാം ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. വേറെ എപ്പോൾ ഈ ഇൻഷുറൻസിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ടൈമിലും ജിൻഡോ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, വേണ്ടതായിട്ടുള്ള അഡ്വൈസുകളും എല്ലാം തന്നായിരുന്നു. ഒന്നും നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ടൈം ഒരു മാക്സിമം ഇപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളൊരു 9-10 തവണ അഡ്മിഷൻ ആയിട്ടുണ്ട്, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതിൽ ഓരോ തവണയും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ മാത്രമേ നമുക്ക് വെയിറ്റിംഗ് വരുന്നുള്ളൂ. അത് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് ആ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ക്ലെയിം അപ്രൂവായി ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരാൻ പറ്റാറുണ്ട്. ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എത്ര കണ്ട് പ്രധാനമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്?
നമ്മളൊരു അസുഖം വരുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. നമുക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും സാലറി ഉണ്ടെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒന്നും അല്ലാത്തൊരു സിറ്റുവേഷനാണ്. അത് ഞങ്ങൾ ഫേസ് ചെയ്തു. അതുകൊണ്ട് ഏതൊരാളും ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കേണ്ട കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് എന്തൊക്കെ സാലറി ഉണ്ടായിട്ടും സേവിങ്സ് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നിങ്ങളുടെ മകളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇപ്പോൾ മോളുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങളും നോർമൽ ലൈഫിലേക്ക് എത്തി. വേറെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകാനായിട്ട് സാധിച്ചു. അത് ഫുള്ള് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. അതിന് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ഇത്രയും സന്തോഷത്തിലേക്ക് ഞങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റിയതിന്.